ഓക്കെ, ഇത്ര നേരം റെക്കോർഡ് ചെയ്തൊക്കെ പോയി. സെറ്റ്, നല്ല കാര്യം. ഇത് റെക്കോർഡാവുന്നുണ്ട്, പ്രശ്നമാണ്. ഓക്കെ, അയ്യോ മുകളിലേക്ക് പറഞ്ഞില്ല. ഓക്കെ, അപ്പോൾ ഇൻട്രോ പറഞ്ഞിട്ടില്ല, എന്നിട്ട് ഇൻട്രോ പറഞ്ഞു. അതൊക്കെ ഐസൊലായിട്ട് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നതാണിത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അയൺ ഫാം. എന്നാൽ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ ഒരു ബാനർ കാണുന്നുണ്ടല്ലോ നിങ്ങൾ. ഇവിടെ ഇവനുണ്ട്, ഇതേപോലെ ഒരുത്തിനെ കൂടി ഇവിടെ പിടിച്ചിട്ടുണ്ട്. നമ്മൾ വീഡിയോ എടുക്കുന്നിടയ്ക്ക് അവനെ അമ്പ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യും. അയ്യോ ഇവനെ അടിക്കണം കൊണ്ട്. ഓക്കെ ഓക്കെ, അപ്പം നമ്മൾ എന്താണ് ചെയ്യുന്നത്? അയൺ ഫാം ഉണ്ടാക്കുന്നത്. അപ്പം അയ്യോ, അപ്പോൾ അതിന് നമ്മൾ ഇങ്ങനെ ഒരു എത്ര ബ്ലോക്ക് വരുന്ന കുഴിച്ചിട്ട് മറന്നു. ഇതാ ഒന്ന് വെള്ളം കാണുന്നുണ്ട്, അവിടുത്തെ വരെ നമുക്ക് കുഴിച്ചെത്തിക്കണം. ഓക്കെ, അപ്പം ഞാനത് ഒഴിച്ചിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്ര നേരം എടുത്ത് പോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് നല്ല ലക്കാണ്. അപ്പോൾ ഇത് വഴി നമ്മൾ ഫുള്ള് വന്നിട്ട് ഇവിടെ വെള്ളമെല്ലാം മാറ്റി നമുക്ക് താഴെ വെച്ചിട്ട് ഇങ്ങനെ പൊട്ടിച്ച് പോകണം. മുകളിലേക്ക് വെക്കണം. ഓക്കെ, അപ്പോൾ ഇത് തന്നെ നമുക്ക് മുകളിൽ വരെ ചെയ്യണം. സെറ്റ്. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് വരാം. ഓക്കെ, അതും ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ട്രാപ്പ് ഡോർ ഉണ്ടാക്കിയിട്ട് നമ്മൾ ട്രാപ്പ് ഡോർ ഇവിടെ കൊണ്ട് വെച്ചിട്ട് നമുക്ക് ഇവിടുത്തെ സ്റ്റോൺ മാറ്റി നമുക്ക് ഗ്രാസ് ആക്കാം. ഇനി നമുക്ക് അൺലിമിറ്റഡ് വാട്ടർ സോഴ്സ് ഉണ്ടാക്കാൻ ഈ 2 വാട്ടർ ബക്കറ്റ് എടുത്തിട്ട് ഇവിടെ കുഴി ഉണ്ടാക്കാം. ബാമ്പ് നിറച്ചു കഴിഞ്ഞ് കാണിച്ചു തരാം. ഓടിയൊന്ന് കണ്ണറെല്ലാം ഉണ്ടാകും. പക്ഷെ വർക്ക് ചെയ്യാനും പറയും, നമ്മളിവിടെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഫുഡ് കഴിച്ചേക്കാം. ദ ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ്. ഇനി തന്നെ ഇത് വർക്കാവും തമ്പുരാൻ അറിയാം. ഇതെന്താ ഈ വെള്ളം ഇങ്ങനെ? ഓ മൈ ഗാഡ്, പേടിച്ചു പോയി ഞാൻ പേടിക്കാനോ? പോടെ. അയ്യോ, ഏതൊക്കെ ബ്ലോക്കായിരുന്നു മറന്നു. ഒന്നിവിടെ നമുക്ക് എടുക്കണം. ഇതെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ഇടയ്ക്കുള്ള മണ്ട ഇതും കൂടി പിടിക്കണം. പിന്നെ അതും കൂടി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞു. നമ്മൾ താഴെ ഓപ്പൺ വെച്ചില്ല കണ്ടാൽ. നടന്നു. ഇതും കൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞു. ഒരു ആവശ്യം കഴിഞ്ഞു. ഇതിനകത്ത് ഏറ്റവും പെയിനായിട്ടുള്ള പാട്ടെന്ന് വെച്ചാൽ വില്ലേജേഴ്സിനെ കൊണ്ടിടലാണ്. ഇവരാണ് നേരെ വർക്കാവില്ല. അതൊക്കെയാണ് പണി. എൻ്റെ ഒരു നിഗമനം അനുസരിച്ച് ഇനിയൊരു 6 ബ്ലോക്കും കൂടി പോകണം. ഇത് കൂട്ടാണ്ട് ഈ ബ്ലോക്ക് കൂട്ടാണ്ട് ഞാൻ 6 ബ്ലോക്കും കൂടി പോകണം. ഓക്കെ, റെക്കോർഡാവുന്നുണ്ട്. നമുക്ക് പോയി കോപ്പർ വെക്കണം. ചെസ്റ്റ് എടുത്തില്ല, എല്ലാം അടുത്ത് സൈനുണ്ട്. ചെസ്റ്റ് എടുത്തില്ല. സൈനും ചെസ്റ്റും പിന്നെ കോപ്പർ അതും കൂടി വെച്ച് കഴിഞ്ഞപ്പോൾ ശരിയായി. അപ്പം ബേസിക്കലി ഇതിൻ്റെ വർക്കിംഗ് എന്ന് വെച്ചാൽ നമ്മൾ അവിടെ ഒരു ഒറ്റ അയൺ ഫാം ഒരു സോംബിയോ 3 വെച്ചാക്കിയിട്ടില്ലേ, അതിൻ്റെ ത്രിബിളാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ബ്ലോക്ക് ഇവിടെ 2 ഇത് വെക്കണം. നമുക്ക് അത് വെച്ച് ഇവിടെ ഇതും കൂടെ വെച്ച് കഴിഞ്ഞപ്പോൾ സൺസെറ്റ്. ഈ ബ്ലോക്ക് പൊട്ടിച്ചിട്ട് നമുക്ക് ഇവിടെ ആക്കിയിട്ട്
വേണ്ട. ഈ റൂം നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാം. അതിന് മുമ്പ് ഇവിടെ തന്നെ ഇരിക്കട്ടെ. ഓരോ എണ്ണം വല്ലതും ചാടിപ്പോയാലോ? ഓക്കെ, മുന്നോട്ട് പോവാം. അത് വേസ്റ്റില്ല, നടന്നു. നൈസ്. ഇനി പണിയില്ല. രാത്രിയായാലല്ലോ ഞാൻ വിചാരിക്കുന്നു ഒരു സോംബീനെ വെച്ചേക്കുന്നു. നമുക്ക് ഈ റൂം സെറ്റാക്കാം. പണി പറഞ്ഞത് ശരിയാണ്. നമുക്ക് കുറേ ടോർച്ച് വന്നു. ഓക്കെ, അപ്പോൾ ഒരു സംഭവം ഇവിടെ വരും. ആൻഡ് അപ്പോൾ കിടന്നു അല്ലെ ചോമ്പി മാവും വരും, ക്രീപ്പർ മാവും വരും, എല്ലാം കൂടി പൊട്ടിക്കും. ഈശ്വര ഭഗവാനെ ഒന്ന് വർക്കായി കിട്ടിയാൽ മതിയായിരുന്നു. ബേസിക്കലി ഇത് 4 വില്ലേജാണ്. 4 വില്ലേജിൽ 4 അയൺകോളം വരും. അപ്പോൾ 4 എണ്ണത്തിൽ 4 സോംബി ഉണ്ട്. അപ്പോൾ ഒരു 3 വില്ലേജറും 3 ബെഡും ഉണ്ടെങ്കിൽ ഒരു വില്ലേജായി. അതാണ് ബേസിക്കലി സംഭവം. വർക്ക് കള്ളോട്ട് അവിടെ ഉണ്ട്. നമുക്കിനി ഈ പ്രവൃത്തി ഫുൾ ഈ 3 എണ്ണത്തിലും കൂടി ചെയ്യണം. ഓക്കെ, അപ്പോൾ അതും കൂടി ചെയ്ത് കഴിഞ്ഞിട്ട് ഓക്കെ, അത് മുഴുവൻ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ മുഴുവൻ ബാക്കി ഉണ്ടാവും. ഓ അതെന്താവട്ടെ, എന്തെങ്കിലുമായിട്ടുണ്ടാവും. ഓക്കെ, നമുക്കിങ്ങനെ വില്ലേജസ് കൊണ്ടുവരും. അതാണ് നമുക്ക് ചെയ്യേണ്ട അടുത്ത ടാസ്ക്. അതൊരു വലിയ ടാസ്ക്കാണ്. നമുക്ക് ഒന്ന് കയ്യൊന്ന് ക്ലിയർ ചെയ്യാം. ഒക്കെ അവിടുത്തെ നമുക്ക് ഈ ഒരു ജസ്റ്റ് വേണ്ടാണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ടേക്ക് വെള്ളം തട്ടാൻ നമുക്ക് ഫ്രഷായിട്ട് പോയിട്ട് വില്ലേജസിനെ കൊണ്ടുവരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ടൈം ലാപ്സ് നിങ്ങൾക്ക് ഇട്ട് തരാം. അതിനുവേണ്ടി നമുക്ക് പറഞ്ഞാൽ നമ്മൾ ഫുഡ് തരാം. ഏതാണ് കൂടെ അതും കൂടി കഴിഞ്ഞാൽ സോംബീനെ കൊണ്ടുവരണം. അതാണ് വിഷയം. എൻ്റെ ഒരു നിഗമനത്തിൽ എല്ലാത്തിനും ബോട്ട് പിടിച്ച് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും കൂടെ അടങ്ങിയിരിക്കും എന്നാണ് എൻ്റെ നിഗമനം. അല്ലെങ്കിൽ നമ്മുടെ നിഗമനം തെറ്റിപ്പോയി. നമുക്ക് പ്രതീക്ഷിക്കാം. ലെറ്റ്സ് ഗോ. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് ഇപ്പോൾ നമുക്ക് റെയിലെടുക്കാം. ടൈം ലാപ്സ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫുൾ സക്സസ്ഫുള്ളി നമ്മൾ 2 പേരെ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ.
ഓക്കെ, നല്ല പെയിനുള്ള പാട്ടാണ് ഗൈസ്. ഇതെന്നെക്കൊണ്ട് പറ്റത്തില്ല ഒരു വീഡിയോ ആക്കി എടുക്കാൻ. ഒരു ഫോണാണ് ഗൈസ്, നല്ല ലാഗ് വരുന്നുണ്ട്. ആ വില്ലേഴ്സിൻ്റെ ഏരിയയിൽ ഒരു ബ്ലോക്കിൽ എത്ര എണ്ണന്മാരാണ് വെള്ളത്തിലാണ്ട് എൻ്റെ വർക്കാവുമെന്ന് എനിക്കറിയില്ല. എന്നോനെ ലാഗ് അടിച്ച് പണ്ടാറാണ് ബേസിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും. അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങോട്ട് തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം എന്താണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ എക്സ്പ്ലെയിൻ്റെ എപ്പിസോഡ് ഇത്രയുള്ളൂ. നമുക്ക് ഇനി അടുത്ത എപ്പിസോഡിലേക്ക് കാണാം. ഓക്കെ, ഇതിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ബാക്കി ഔട്ടിൽ വരാം. ഓക്കെ ഓക്കെ, അപ്പോൾ ഒന്നും കൂടി നമ്മുടെ ഇന്നത്തെ എക്സ്പ്ലെയിൻ എപ്പിസോഡ് ഇത്രയുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരിക്കും. നമുക്കിനി അടുത്ത എപ്പിസോഡ് ടാറ്റാ ബൈ ബൈ. ഓക്കെ,